അസ്സാം വലൈക്കും വറഹമത്തുള്ള. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ സമ്മർ സ്കൂളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ലബനാനും അതിനെ കുറിച്ചിട്ടുള്ള ആഭ്യന്തര വൈദേശിക ചർച്ചകളും. ലബനാൻ എന്നത് വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ ലവാന്ത് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മുമ്പ് കാലങ്ങളിൽ ഷാം എന്ന് വിളിച്ച, ഗ്രേറ്റർ സിറിയ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭൂപ്രദേശമാണ് ലബനാൻ. ഫലസ്തീൻ, ലബനാൻ, ജോർദാൻ, സിറിയ എന്നീ പ്രദേശങ്ങൾ ചേർന്ന് കിടക്കുന്ന ഒരു ചരിത്രം ഇതിനുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ സംഭവിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ലബനാനിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം ഈ പ്രദേശങ്ങളിലും വളരെ വ്യക്തമായി നിർണായകമായി മാറുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ ലബനാനിൻ്റെ ആഭ്യന്തര മാറ്റങ്ങളും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് സിറിയയിലും അതിലും കൂടുതൽ ഫലസ്തീനിലും കൂടുതൽ നിർണായകമായി മാറുന്ന ചരിത്രമുണ്ട്. സമകാലിക ചരിത്രത്തിലും അതുതന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഈ സമ്മർ സ്കൂളിലെ പ്രധാന ഊക്കം നൽകിക്കൊണ്ട് നമ്മൾ എടുത്തത് ഫലസ്തീനി വിഷയം തന്നെയാണല്ലോ. അതായത് ഈ പ്രദേശങ്ങളെല്ലാം ഫലസ്തീനിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഫലസ്തീൻ വിഷയത്തിൽ എത്രത്തോളം ഈ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മുടെ ചർച്ചയുടെ പ്രധാന കേന്ദ്രം. എന്ന ആ വിഷയത്തിൽ തന്നെ ലബനാൻ അതിനിർണായകമായ ഒരു രാഷ്ട്രമായി മാറുന്നതും നമുക്ക് വർത്തമാന ചരിത്രത്തിൽ അല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമാവുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ലബനാനിൻ്റെ ഈ ആഭ്യന്തരവുമായ ടെറിറ്റോറിയലായ സംഘർഷങ്ങളിൽ ലബനാനിൻ്റെ ഒരു സവിശേഷ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലബനാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. അവരുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആദ്യം അറിയേണ്ടതുണ്ട്. ലബനാൻ ഒരു പാർലമെൻ്ററി സംവിധാനമുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഒരു സ്റ്റേറ്റ് എന്ന നിലയിലാണ് ലബനാൻ അറിയപ്പെടുന്നത്. കൺഫെഷണലിസം അല്ലെങ്കിൽ കൺസോസിയേഷണലിസം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമുള്ള ഒരു രാഷ്ട്രമാണ് ലബനാൻ എന്നത്. അതായത് ഒരുപാട് വിവിധ സൊസൈറ്റിയിൽ വിവിധ ഡിവിഷൻസ്, ഭാഗങ്ങൾ, അത് എത്നിക് ആവട്ടെ, റിലീജിയസ് ആവട്ടെ, ഭാഷാപരമാവട്ടെ, ഇങ്ങനെ അടങ്ങുന്ന വിവിധ തരത്തിലുള്ള വളരെ ഡീപ്പായ വിവിധ വിഭാഗങ്ങളെ എല്ലാത്തിനെയും കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെയാണ് നമ്മൾ കൺസോസിയേഷണലിസം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഭാഗമായ കൺഫെഷണലിസ്റ്റ് സംവിധാനമാണ് ലബനാനിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഇതിന് അതിൻ്റേതായ പ്രത്യേകതകളും അതിൻ്റേതായ ദൂഷ്യഫലങ്ങളും നമുക്ക് അതിൻ്റെ തിയറി സംസാരിക്കുമ്പോൾ കാണുവാൻ കഴിയും. അവിടെ ഉണ്ടാവുന്ന വിവിധ തരത്തിലുള്ള സെക്ടേറിയൻ ഡയമെൻഷനിലുള്ള അധികാര ശക്തികളെ, പവർ ഷെയറിംഗ് സംവിധാനങ്ങളെ ഒരുപോലെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഈ കൺഫെഷണലിസം. എന്നാൽ പോലും പലപ്പോഴും അതിൻ്റെ പേരിൽ നിരവധി തവണ പ്രശ്നങ്ങൾ നേരിടുന്ന, വേണ്ടത്ര തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു പ്രശ്നവും കൂടി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. എന്നാൽ പോലും ലബനാനിൽ 1943 ശേഷം രൂപീകരിക്കപ്പെട്ട ഈ ഒരു സംവിധാനം, 1943 നാഷണൽ പാക്ട്, അതായത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാൻഡേറ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ്, ഒരു രീതിയാണ്. അവരുടെ പ്രസിഡന്റ് അത് മാരോനേറ്റ് ക്രിസ്ത്യൻ ആവുക, പ്രൈം മിനിസ്റ്റർ സുന്നി മുസ്ലിം ആവുക, അതുപോലെ തന്നെ അവരുടെ പാർലമെൻറ്റ് സ്പീക്കർ ഷിയ മുസ്ലിമുമായി മാറുക. ഈ ഒരു 3 രീതിയിലൂടെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേഷനും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലെ സുന്നികളുടെയും ഷിയാക്കളുടെയും റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇവരുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കൈക്കൊണ്ടത്. അപ്പോൾ അതായത് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിൽ പോലും
1946 ഫുൾ ഇൻഡിപെൻഡൻസ് പൂർണ്ണമായി അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ പോലും 43 തന്നെ പാർലമെൻറ്റ് അവരുടെ ഭരണ സംവിധാനം രൂപപ്പെടുത്തുകയും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയും അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ 1943 നാഷണൽ പാക്റ്റിൻ്റെ ഭാഗമായി ഈ 3 വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം രൂപീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ നാടിനെ പോലെ തന്നെ അവർ ഗവർണർ സംവിധാനമാണ്, മഹാഫസാത്ത് എന്ന് പറയുന്ന രീതിയിലുള്ള ഗവർണർ സംവിധാനം അവർ ഉപയോഗിക്കുന്നു. അതിനുശേഷം ആദിയാത്ത് എന്ന പേരിൽ ഡിസ്ട്രിക്ട് സംവിധാനങ്ങളും, അതിന് നേതൃത്വം എന്ന നിലയിൽ ഖായിം മക്കാം എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ചീഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അവർക്കുള്ളത്. അതിൻ്റെ കൂടെ മുനിസിപ്പാലിറ്റിയും അവരുടെ ഓരോ ഭാഗത്തു നിന്നും ഓരോ കൗൺസിലുകൾ അവർ തിരഞ്ഞെടുക്കുന്ന സംവിധാനം അവർക്കുണ്ട്. അതിൻ്റെ പോലെ തന്നെ മേയറുകളെയും വൈസ് മേയറുകളെയും അവർ തീരുമാനിക്കുന്നു. വില്ലേജും ടൗൺ ഭാഗങ്ങളിൽ അതിൻ്റെ ലീഡർ എന്ന നിലയിൽ മുഖ്താർ എന്ന് പറയുന്ന ഒരു സംവിധാനം അവർ കൊണ്ടുവരുന്നു. അത് അവിടെ ഉണ്ടാവുന്ന കാരണവരായ പ്രധാനപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആദരിക്കുന്ന ആൾക്കാരുടെ തന്നെ ഒരു കൗൺസിലിൽ അവർ തന്നെ രൂപീകരിക്കുന്നത് നമുക്ക് കാണാം. ഇതിപ്പോഴും ഈ മുഖ്താർ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ സംവിധാനമാണ് നമുക്കിപ്പോൾ ലെബനാനിൽ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകം കൂടി നമുക്കറിയണം. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ പ്രസിഡന്റ് മാരോനേറ്റ് ക്രിസ്ത്യൻ ആവുക എന്നൊരു തീരുമാനം അവർ തീരുമാനിച്ചിരുന്നല്ലോ. ഈ മാരോനേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുമ്പ് 4-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സെൻറ്റ് മാരോൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ചരിത്ര പുരുഷനോട് ചേർത്തുകൊണ്ടാണ് മാരോനേറ്റ് ക്രിസ്ത്യൻസ് എന്ന പേരിൽ ഒരു വിഭാഗമുണ്ടായത്. റോമൻ കാത്തോലിക് ചർച്ചിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മാരോനേറ്റ് ക്രിസ്ത്യൻസ്. ഈ മാരോനേറ്റ് ക്രിസ്ത്യൻ്റെ ചരിത്രം നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം ആധുനിക ലെബനീസ് ചരിത്രത്തിൽ അവിടെ ഉണ്ടായ സെക്ടേറിയൻ യുദ്ധങ്ങളിലും വിഭാഗീയത പ്രശ്നങ്ങളിലും രാഷ്ട്രീയ പ്രതിസന്ധികളിലും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്രിസ്തീയ വിഭാഗം എന്ന നിലയിൽ മാരോനേറ്റ് ക്രിസ്ത്യൻസിൻ്റെ അവരുടെ പ്രസൻസ്, അതിനെക്കുറിച്ചുള്ള ധാരണ അനിവാര്യമാണ്. രണ്ടാമത്തെ വിഭാഗമാണ് ദുറൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം. ആദ്യകാലങ്ങളിൽ അത് ഇസ്മായിലി എന്ന് വിളിക്കപ്പെടുന്ന ഈ 12, അതായത് ഇസ്നാഷിരിയ എന്ന് വിളിക്കപ്പെടുന്ന ആ 12 ഇമാമുമാരിൽ പ്രധാനിയായ ഷെയ്ഖ് ഇസ്മായിൽ അദ്ദേഹത്തിനോട് ചേർക്കപ്പെട്ട് ഉണ്ടായ ഒരു വിഭാഗമാണ് ഈ യഥാർത്ഥത്തിൽ ദുറൂസ് എന്ന് വിളിക്കപ്പെടുന്നത്. ഫാത്തിമി ഖലീഫയായിരുന്ന അൽ ഹാക്കിമി ബിൻ അമ്രില്ല അദ്ദേഹത്തിന് കൂടുതൽ ഡിവൈനിറ്റി, ദൈവികത നൽകുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ രൂപപ്പെട്ടതായിട്ടാണ് ചരിത്രകാരന്മാർ ഈ വിഭാഗത്തെ ചിത്രീകരിക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് മാറുകയും ക്രിസ്തീയ വിശ്വാസങ്ങളും മറ്റു തരത്തിലുള്ള റീജിയണൽ ആശയങ്ങളും ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ അതിൽ നിന്നാണ് ഈ ദുറൂസുകൾ ഉണ്ടായത്. ദുറൂസുകൾ അവർ സ്വന്തമായി അൽ മുവഹിദൂൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അൽ മുവഹിദൂൻ എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും അവർക്കിടയിൽ പിന്നീട് വിവിധ ആശയങ്ങളൊക്കെ കടന്നു വരികയും ഇപ്പോൾ ഒരു സ്വതന്ത്ര വിഭാഗമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ചില ആൾക്കാർ ഷിയാക്കളുടെ ഒരു ഭാഗമായി അവരെ ചിത്രീകരിക്കുന്നെങ്കിൽ പോലും ഷിഈ വിശ്വാസത്തിൽ നിന്ന് തന്നെ ഷീ സുന്നി അല്ലെങ്കിൽ ഷീ മുസ്ലിം വിശ്വാസത്തിൽ നിന്ന് തന്നെ കൂടുതൽ വിദൂരമായ ഒരാശയമാണ് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്. ലെബനാനിലും സിറിയയിലും ഇസ്രായേലിലും ആയിട്ടാണ് ഇവർ പരന്നു കിടക്കുന്നത്. ലെബനാൻ പോപ്പുലേഷനിൽ 5.5%, സിറിയയിൽ 3%, ഇസ്രായേലിൽ അതായത് ഫലസ്തീനോടും ചുറ്റുപാടും കിടക്കുന്ന ഭാഗങ്ങളിൽ 1.6%-മാണ് ഇവർ ഇപ്പോഴും ഉള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ദുറൂസുകളെ പരാമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സിറിയ അല്ലെങ്കിൽ ഈ പറയുന്ന ഷാം ഭാഗത്ത് നടന്ന ഇസ്രായേൽ അറ്റാക്കുകളും അത് ഫലസ്തീനി റെസിസ്റ്റൻസും ഒക്കെയും ചർച്ച ചെയ്യുമ്പോൾ ദുറൂസുകളുടെ സ്ഥാനം ശ്രദ്ധേയമാണ്. നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പലപ്പോഴും ഇസ്രായേലികളോടൊപ്പം ചേർന്നുകൊണ്ട്, സയോണിസ്റ്റ് സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഫലസ്തീൻ റെസിസ്റ്റൻസിനെതിരെയും അല്ലെങ്കിൽ ലെബനാനിലെ ഇസ്രായേലി വിരുദ്ധ മുന്നണിക്കെതിരെ യുദ്ധം ചെയ്ത അവരോട് ചേർന്ന ഒരു ചരിത്രമാണ് പലപ്പോഴും ദുറൂസുകൾക്കുള്ളത് എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ 2018 ഇസ്രായേൽ സ്റ്റേറ്റ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പുതുക്കുകയും
അതിന് ഇസ്രായേലിനെ ഒരു ജൂയിഷ് സ്റ്റേറ്റ് എന്ന നിലയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി ദുറൂസുകൾ ചരിത്രപരമായിട്ടുള്ള വഞ്ചന, ചതി നേരിട്ടതായി തിരിച്ചറിയുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം, സമകാലിക ചരിത്രം. അതുപോലെ തന്നെ ലബനാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്രിസ്ത്യ വിഭാഗമാണ് മർദൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം. ബൈസാന്റിയൻ ചക്രവർത്തിയോട് അവരെ സഹായിച്ചുകൊണ്ട് രൂപപ്പെട്ട വിഭാഗമായിരുന്നു ഇവർ. പിന്നീട് ഈ തുർക്കിയുടെയും മറ്റ് ഭാഗത്തേക്കും ഇവർ പരന്നെങ്കിൽ പോലും ഇപ്പോഴും ഇവിടെ ഈ ഭാഗങ്ങളിൽ, ലെബനീസ് ഭാഗങ്ങളിൽ നല്ലൊരു പ്രസൻസ് ആയിട്ട് തന്നെ അവർ പല ഭാഗങ്ങളിലും ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇവരുടെ ഒരു മുസ്ലിം പോപ്പുലേഷൻ, സ്വാഭാവികമായും ലബനാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം നാടായതുകൊണ്ട് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായിരിക്കും. ഏകദേശം പഴയ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം 69.3% മുസ്ലിങ്ങളാണെങ്കിൽ അതിൽ 31% ഷിയാക്കളും സുന്നികളുമായി അവിടെയുണ്ട്. അതിൽ കുറച്ച് അലവികളും കുറച്ച് ഇസ്മായിലികളും അങ്ങനെ ഷിയാക്കളുടെ തന്നെ ചില അവാന്തര വിഭാഗങ്ങളും ടോട്ടലി മുഴുവൻ നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 70% മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിലധികവും ഷിയാക്കൾ അത് ഇസ്നാ അശരികളെ പിൻപറ്റുന്നവരാണ്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഷിയാക്കൾ ലെബനീസ് ചരിത്രത്തിൽ ഷിയായി വിഭാഗം അതിനിർണായകമായ റോള് വഹിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ, ലെബനീസ് ഭാഗങ്ങളിൽ എക്കാലത്താണ് ഷിയാക്കളുടെ ശക്തമായ ഒരു സാന്നിധ്യം രൂപപ്പെടാൻ എന്ന് പറയുന്ന ഒരു ചരിത്ര വായന നമുക്ക് കാണാം. അതിൽ ജാഫർ മുഹാജിർ എഴുതിയ അതാസീസുൽ താരിഖ് ഷിയ ഫി ലുബ്നാൻ വസൂരിയ എന്ന് പറയുന്ന ലബനാനിലെയും സിറിയയിലെയും ഷിയാക്കളുടെ ചരിത്രത്തിനുള്ള തുടക്കത്തെക്കുറിച്ചുള്ള കിതാബിൽ ജാഫർ മുഹാജിർ അദ്ദേഹം ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള 661 ഒരു ട്രീറ്റ് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സന്ധിയോട് കൂടിയിട്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹു മാറുകയും മുആവിയ റളിയല്ലാഹു അൻഹു മുഴുവൻ മുസ്ലിം സമൂഹത്തിൻ്റെയും ഖലീഫയായി മാറുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലെബനീസ് ഭാഗങ്ങളിൽ അലവികളായ അല്ലെങ്കിൽ അലിപക്ഷക്കാരായ ധാരാളം ആളുകൾ കുടിയേറിയത് എന്ന് പറയുന്ന ഒരു ചരിത്ര വായനയും കാണാം. അപ്പോൾ ഈ തരത്തിലാണ് സൊസൈറ്റി ഇവിടെ ഉള്ളത്. ഈ വിവിധ വിഭാഗങ്ങൾ, അത് ദുറൂസുകളാവട്ടെ, ഷിയാക്കളാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, അതുപോലെ മെറനേറ്റ് ക്രിസ്ത്യൻസോ മർദൈറ്റ് ക്രിസ്ത്യൻസോ ആവട്ടെ, ഈ പറയുന്ന വ്യത്യസ്ത വിഭാഗങ്ങളും ഇവരുടെ പ്രസൻസ് തന്നെ ലബനാനിൻ്റെ രാഷ്ട്രീയത്തെയും ചരിത്രത്തെയും സമകാലിക വർത്തമാനങ്ങളെയും നിർണ്ണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലബനാനിൻ്റെ ഒരു ചരിത്രവും കൂടി, ഒരു ചെറിയ ചരിത്രവും കൂടി നമ്മൾ അറിയണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് പേർഷ്യൻ സാമ്രാജ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പിടിച്ചെടുക്കുകയും തങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തെങ്കിൽ പോലും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബൈസാന്റിയൻ ചക്രവർത്തി ഹെറാക്ലിയസ് അദ്ദേഹം ഇവിടെ ശക്തമായ അറ്റാക്കോടുകൂടി സിറിയയും ലെബനാൻ ഭാഗങ്ങളും തിരിച്ചു പിടിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ 630 കഴിയുന്നതോട് തന്നെ മുസ്ലിം സൈന്യം ഈ ഫലസ്തീൻ, ലബനാൻ, ഷാം മുഴുവൻ പിടിച്ചെടുക്കുകയും തങ്ങളുടെ ഭാഗത്തിലേക്ക്, പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തങ്ങളുടെ ഭാഗത്തെ മുഴുവൻ ചേർത്ത് വെക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ചരിത്രം മുന്നോട്ട് പോവുകയും ക്രുസേഡുകൾ അത് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ചരിത്രമുണ്ട്. അതിനുശേഷം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി 1787 അത് തിരിച്ചു പിടിക്കുന്നുണ്ട്. അതിനുശേഷം മംലൂക്കുകളുടെ കയ്യിൽ അധികാരത്തിലേക്ക് വരുന്നു. കുറേ കാലം മംലൂക്കുകളുടെ കയ്യിലായിരുന്നു. പിന്നീട് 1500-കൾക്ക് ശേഷം സുൽത്താൻ സലീം ഒന്നാമൻ മംലൂക്കുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലബനാനും അത് മംലൂക്കുകളുടെ അധികാരത്തിന് കീഴിലുണ്ടായിരുന്ന സിറിയയും ഈജിപ്തും അടക്കമുള്ള മുഴുവൻ ഭാഗങ്ങളും തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഏകദേശം 17-18 നൂറ്റാണ്ടുകളിലെല്ലാം ഈ ഭാഗങ്ങൾ അത് ഉസ്മാനികളുടെ കീഴിലായിരുന്നു. പിന്നീട് ഈ ഭാഗങ്ങളിൽ ഏകദേശം 17 ആ ഭാഗങ്ങളിൽ ആണെങ്കിൽ പോലും 17-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ തന്നെ ലബനാനിൽ വ്യത്യസ്തമായ ചില പെറ്റി കിങ്ഡംസ്, ചെറിയ ചെറിയ ഡൈനാസ്റ്റികൾ ഉയർന്നു വരുന്നു. അതിൽ ഫഖ്റുദ്ദീൻ രണ്ടാമൻ എന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരി, അദ്ദേഹം ഈ കാലങ്ങൾ 1590 മുതൽ 1633 വരെ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ കൂടെ പിന്നീട് ഷിഹാബ് ഫാമിലി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു സുന്നി കുടുംബം, ഒരു വലിയ അധികാര വിഭാഗം, അവരിൽ നിന്നും 1842 വരെ ഈ ലബനാൻ ഭാഗങ്ങൾ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ യൂറോപ്യൻ ഇൻവേഷൻ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് ഫ്രഞ്ച് ഭരണകൂടം അത് തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരികയും
അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ വിഭാഗങ്ങളുടെ സഹായത്തോടു കൂടി മുസ്ലിം അധികാരികളെ പരാജയപ്പെടുത്തി തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചരിത്രവുമെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ തന്നെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ സഹായം ഈ പറയുന്ന യൂറോപ്യൻ ശക്തികൾക്കുണ്ടെങ്കിൽ പോലും, എന്നാലും ലെബനാനിൻ്റെ ചുറ്റുപാടുകൾ മുസ്ലിം ചെറിയ ചെറിയ ഡൈനാസ്റ്റികൾ തന്നെയാണ് ഭരിച്ചിരുന്നത്. അതിൽ ബഷീർ രണ്ടാമൻ 1788 മുതൽ 1840 വരെയുള്ള കാലങ്ങളിൽ അദ്ദേഹം ഭരിക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് ഇബ്രാഹിം പാഷ, അതായത് ഉസ്മാനികളുടെ തന്നെ ഗവർണറായിരുന്ന ഇബ്രാഹിം പാഷയുടെ സഹായത്തോടു കൂടി ഇയാൾ കുറച്ചു കാലം കൂടി അവിടെ ഭരിക്കുന്നു. അങ്ങനെ സ്വന്തമായി അധികാരം ആക്കുന്നു എന്ന് തോന്നിയ സാഹചര്യത്തിൽ ഉസ്മാനികൾ 1840 അയാളെ തുരത്തുകയും അധികാരം തങ്ങളുടെ കയ്യിലേക്ക് വീണ്ടും കൊണ്ടുവരികയും ചെയ്യുന്നു. പിന്നീട് സംഭവിക്കുന്നത് ഫ്രഞ്ച് അധിനിവേശം ശക്തമാവുകയും അവർ ഈ ദുറൂസുകളുടെയും മറോറ്റകളുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ തങ്ങളുടെ കയ്യിലേക്ക് വരികയും എന്നാൽ തങ്ങളെ സഹായിച്ചവരെ തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം ഫ്രഞ്ചുകാർക്കുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ക്രിസ്തീയ വിഭാഗമായ മറോനേറ്റ്സും അതുപോലെ തന്നെ ന്യൂനപക്ഷ മതവിഭാഗമായ ദുറൂസും തമ്മിൽ ഈ ഒരു ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂട്ടക്കൊലകൾ സംഭവിക്കുന്ന ഒരു ചരിത്രവും കൂടി നമുക്ക് കാണാം. പിന്നീട് സംഭവിക്കുന്നത് ഒന്നാം ലോക യുദ്ധം ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉസ്മാനികൾക്ക് പേരിലുണ്ടായിരുന്ന അധികാരം പോലും ഇല്ലാതാവുകയും ആ പ്രദേശം മുഴുവനും ഫ്രഞ്ചുകാരുടെ അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്നു. നമുക്കറിയാം 1900-ങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് 1916-കൾക്ക് ശേഷം ഈ ഷാം പ്രവിശ്യ, ഫലസ്തീൻ, ലെബനാൻ, ജോർദാൻ, സിറിയ എന്നത് ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ ഫ്രഞ്ചുകാർക്കുമിടയിൽ വിഭജിക്കപ്പെടുന്നു. അതിൽ ഈ ഭാഗങ്ങൾ, അതായത് ഫലസ്തീനെല്ലാം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഫ്രഞ്ച് വിഭാഗം അത് ലെബനാനിൻ്റെയും ഭാഗങ്ങളും തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചരിത്രമാണ് അതിനോട് സംഭവിക്കുന്നത്. അങ്ങനെ 1923 ലീഗ് ഓഫ് നേഷൻ പ്രധാനമായും സിറിയയും ലെബനാനും ഫ്രാൻസിന് നൽകിക്കൊണ്ട് ഫ്രഞ്ച് മാൻഡേറ്റ് പ്രഖ്യാപിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മാരോനൈറ്റ് വിഭാഗങ്ങളെല്ലാം അത് പ്രോ ഫ്രഞ്ച് നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഏകദേശം 20 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രമാണ് ഫ്രഞ്ച് മാൻഡേറ്റിന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പിന്നീട് 1940-കൾക്ക് ശേഷം ഈ ഫ്രഞ്ചിൻ്റെ അധികാരം ഇല്ലാതാവുകയും അവിടെ പതുക്കെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വരികയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഇവരുടെ ഒരു അധികാരം മാറുന്ന ചരിത്രവും കൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണുവാൻ കഴിയും. ചരിത്രപരമായി തന്നെ ഫ്രഞ്ചുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഈ അധികാരം തങ്ങളുടെ കയ്യിലേക്ക് ഒതുക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. 1943 ഇവരുടെ തന്നെ ഇന്റേണലായ ഒരുപാട് ഇൻഡിപെൻഡൻസ് വാർ നടക്കുന്നുണ്ട്. ഫ്രഞ്ചുകാർക്കെതിരെയും ഇവർക്കെതിരെയും പലതരം പോരാട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ബിഷാർ അൽ ഹുരിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടങ്ങൾ സംഭവിക്കുന്നു. അവസാനം അവിടെ ഇലക്ഷൻ നടത്താൻ അനുവദിക്കുന്നു. ആ ഇലക്ഷനിൽ നാഷണലിസ്റ്റുകൾ വിജയിക്കുന്നു. ബിഷാർ അൽ ഹുരി അവസാനം അവരുടെ പ്രസിഡൻ്റായി മാറുന്ന ഒരു ചരിത്രവും കൂടിയുണ്ട്. എന്നാൽ അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി എടുക്കുമെങ്കിൽ പോലും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും വീണ്ടും ബ്രിട്ടീഷുകാരുടെ റോള് അവിടെ ശക്തമാവുകയും ചെയ്യുന്നു. എന്നാൽ പോലും വീണ്ടും ഏകദേശം 1943 ഈ ലെബനാൻ ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം 2 വർഷത്തിലധികവും അവർക്ക് 2 വർഷത്തിലധികം കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്ന, പ്രതീക്ഷ വെച്ച് കാത്തിരിക്കേണ്ടി വന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. അങ്ങനെ 1946-ലാണ് ലെബനാൻ പൂർണ്ണമായും ഇൻഡിപെൻഡൻ്റ് ആവുകയും യുണൈറ്റഡ് നേഷൻ്റെയും അറബ് ലീഗിൻ്റെയും ഒക്കെ മെമ്പറായി മാറുകയും ചെയ്യുന്നത്. ഈ തരത്തിലുള്ള നീണ്ട ചരിത്രം ലെബനാനിൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ ഈ ലെബനാൻ ഇതേപോലെ സ്വതന്ത്രമാകുന്നെങ്കിൽ പോലും 1948 ഇസ്രായേൽ ഒരു സ്റ്റേറ്റായി മാറുന്നതോടുകൂടി അവരുടെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഫലസ്തീൻ, ലെബനാൻ, സിറിയ, ജോർദാൻ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും ബാക്കിയുള്ള വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളും ഉള്ളതുകൊണ്ട് ചുറ്റുപാട് ഭാഗങ്ങളിലേക്ക് യുദ്ധങ്ങൾ നടത്തുകയും പല ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി
ലെബനാൻ ഭാഗങ്ങളിലേക്ക് അറ്റാക്ക് അവർ അഴിച്ചുവിടുന്നു. ഇസ്രായേലിനെ ചെറുക്കുന്ന PLO അടക്കമുള്ള സംഘടനകളുടെ സാന്നിധ്യം ലെബനാനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെപ്പനൈസ് ചെയ്യുക, നിരായുധീകരണം നടത്തുക, ഇല്ലാതാക്കുക എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് പലതവണ ഇസ്രായേൽ ലെബനാനിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഫലസ്തീനിലും അതുപോലെ തന്നെ ജോർദാനിലും പിന്നെ ഈ സിറിയൻ ഭാഗത്തും അറ്റാക്ക് ചെയ്യുന്നത് പോലെ തന്നെ ലെബനാനിലും നിരവധി തവണ അവർ അറ്റാക്ക് ചെയ്യുന്നു. 1978 അറ്റാക്ക് ചെയ്യുന്ന സംഭവമുണ്ട്. 1942 PLOയെ ഇല്ലാതാക്കുക എന്ന ഒരു വാദം പറഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യുകയും ഈ 1982 PLOയെ ഇല്ലാതാക്കുക എന്ന പേരിൽ അറ്റാക്ക് ചെയ്യുകയും ഷബറ ഷാത്തില എന്ന് വിളിക്കപ്പെടുന്ന 2 ഗ്രാമങ്ങളിൽ കയറുകയും 3000-ലധികം സിറ്റിസൺസിനെ, അത് ഫലസ്തീനികൾ കൂട്ടമായി താമസിക്കുന്ന ക്യാമ്പുകളിലുള്ള സിറ്റിസൺസുകളുടെ ഭാഗമായിരുന്നു അവിടെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ചരിത്രം ഇവർക്ക് ഇടയിലുണ്ട്. ഇതിൻ്റെ ഭാഗമായി നോക്കുക, അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ തന്നെ സഹായത്തോടു കൂടിയിട്ടാണ്, ഈ ക്രിസ്ത്യൻ ടെററിസ്റ്റുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇസ്രായേൽ ലെബനാനിൽ ഇൻവേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ ലെബനീസ് ഫോഴ്സ് മിലിഷ്യ എന്ന പേരിലും അതുപോലെ തന്നെ ലെബനീസ് പഹലാങ്സ് പാർട്ടി എന്ന പേരിലുമുള്ള വിവിധ ഗ്രൂപ്പുകളുടെ സഹായത്തോടു കൂടി 3000-ലധികം ഫലസ്തീനി ലെബനീസ് സിറ്റിസൺസിനെ അവർ വധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ 1982 അവിടെ ഹിസ്ബുള്ള രൂപപ്പെടുന്നതും, അതായത് ഇസ്രായേലിൻ്റെ ഇൻവേഷൻ ഹിസ്ബുള്ള എന്ന് പറയുന്ന ലെബനാൻ കണ്ട ഏറ്റവും വലിയ പാരാമിലിറ്ററിയായ, ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായ, ഇന്ന് ഇസ്രായേലിനെ എതിർക്കുന്ന പ്രധാന സൈനിക ശക്തി എന്ന നിലയിൽ പോലും വളർന്ന ഹിസ്ബുള്ളയുടെ രൂപീകരണം 1982 ഇസ്രായേൽ ഇൻവേഷനും ഷബറ ഷാത്തില കൂട്ടക്കൊലകളുമാണ്. ഈ ഘട്ടത്തിൽ പലതവണ ഇസ്രായേൽ തന്നെ 2000-ലും 2006-ലും പലതവണ ലെബനൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനെയൊക്കെ പരാജയപ്പെടുത്തിയതും ഹിസ്ബുള്ളയുടെ സൈനിക ശക്തിയും പൊളിറ്റിക്കൽ ജനകീയ പിന്തുണയുമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. 2023 തൂഫാനുൽ അഖ്സയുടെ ഭാഗമായും ഫലസ്തീനികൾക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ലെബനാനിലും ഹിസ്ബുള്ളയും ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നതും നമുക്ക് കാണാം. അതിൻ്റെ ഭാഗമായി തന്നെ അവരുടെ നേതാവായ ഹസൻ നസ്രുള്ള പോലും വധിക്കപ്പെടുന്നതും ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലെബനാനിലെ ഇൻവേഷൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല. സദേൺ ലെബനാൻ 1982 അവർ അധികാരം പിടിച്ചെടുക്കുകയും 2000 വരെയെങ്കിൽ പോലും അവർ അവരുടെ കയ്യിൽ കരുതുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അതിൻ്റെ ഭാഗമായി 2000-ൽ ഹിസ്ബുള്ളയുടെ അറ്റാക്ക് കനത്തതോടുകൂടി അവർക്ക് ഒഴിവാവേണ്ടി വന്നു എന്നതാണ്. 2006-ലും ഇതേപോലെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും ഹിസ്ബുള്ളയുടെ പ്രതിരോധം കാരണം അവർ പരാജയപ്പെട്ട് പിന്മടങ്ങുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രസൻസ് ലെബനാനിൻ്റെ ഒരു വലിയൊരു പ്രസൻസാണ്. പക്ഷേ ഹിസ്ബുള്ളയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവരുടെ ഇടപെടലുകൾ, അത് ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള ആയുധം ആഭ്യന്തരമായി തന്നെ വെല്ലുവിളികൾ നേരിടുന്നു എന്ന് പറയുന്ന ഒരു ചർച്ചയും കൂടി നമുക്ക് കാണാം. ഈ ഹിസ്ബുള്ള ഇസ്രായേൽ വിരുദ്ധമായിട്ടാണ് രൂപപ്പെട്ടെങ്കിൽ പോലും സിറിയയിൽ നടന്ന പല അറബ് സ്പ്രിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീടുണ്ടായ പല കൂട്ടക്കൊലകൾക്കും ഹിസ്ബുള്ള സിറിയയെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായതും അതും ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പ്രത്യേകമായി നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം, ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുമ്പോൾ അതിനെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ അപലപിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടപ്പോൾ ഹസൻ നസ്രുള്ളയുടെ പേര് പറയാതെ ലെബനീസ് ജനതയ്ക്കൊപ്പം എന്ന തരത്തിലാണ് അവിടെ തുർക്കി ആ ഒരു വിഷയത്തിൽ അപലപനം നടത്തിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം, സിറിയയിൽ ഉണ്ടായ അറ്റാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്ടിം തുർക്കിയായിരുന്നു. സിറിയയിൽ നിന്ന് 2.5-3 മില്യൺ കണക്കിന് സിറിയൻ സിവിലിയൻസ് തുർക്കിയിലേക്കാണ് യാത്രയായത്. അതിൻ്റെ കാരണക്കാരിൽ ഒരാൾ ഹിസ്ബുള്ളയാണ് എന്ന് തുർക്കി വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു തരത്തിൽ ലെബനാനിലുണ്ടായ മാറ്റവും അത് തുർക്കിയോ അല്ലെങ്കിൽ അവരുടെ സമീപ പ്രദേശങ്ങളിലെ രാഷ്ട്രങ്ങളെയും വ്യക്തമായി ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണം. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഈ ഒരു സിറിയ, അതായത് ഇന്ന് സിറിയയെ സഹായിക്കുവാൻ ലെബനാൻ മുതിർന്നപ്പോൾ, അതായത്
അഹ്മദ് ഷറാ പുതിയ പ്രസിഡന്റായി. സിറിയയിൽ കൗണ്ടർ റവല്യൂഷൻ ഉണ്ടായതിനു മുമ്പുള്ള സംഭവവികാസങ്ങളെക്കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത്. അതിന് മുമ്പ് വരെയുള്ള സിറിയയെ ഹിസ്ബുള്ള സഹായിക്കാൻ ശ്രമിച്ചിരുന്നു. അതായത് ഫലസ്തീനിനെ അനുകൂലിക്കുന്ന ഇസ്രായേൽ വിരുദ്ധരായ ഹിസ്ബുള്ള ഇസ്രായേൽ വിരുദ്ധരായ സിറിയയെ സഹായിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ ഇതിന് മറ്റൊരു ചരിത്രവും കൂടിയിട്ടുണ്ട്. ഇതേ സിറിയ തന്നെ ഒരിക്കൽ ഫലസ്തീനു വേണ്ടി പോരാടുന്ന പോരാളികൾക്കെതിരെ ആയുധമെടുത്ത മരണേറ്റ് ക്രിസ്ത്യൻസിന് സഹായിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ 40കളിലും 50കളിലും ഇതേ സിറിയ ഫലസ്തീൻ പോരാട്ടത്തിന് എതിര് നിന്ന ഒരു ചരിത്രവും കൂടി നമുക്ക് കാണാം. അത് നമുക്ക് വ്യക്തമാവുന്നത് സിറിയയുടെ ചരിത്രത്തിലെ അതേപോലെ തന്നെ ലെബനാൻ്റെ ചരിത്രത്തിലെ പ്രധാന സംഭവവികാസമാണ് ലെബനീസ് സിവിൽ വാർ എന്നറിയപ്പെടുന്നത്. 1975 മുതൽ 90 വരെ നീണ്ടുനിന്ന ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുത്ത്, അത് സെക്ടേറിയൻ ടെൻഷൻസ് ആവട്ടെ, സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ് ആവട്ടെ, അതുപോലെ തന്നെ വൈദേശിക ശക്തികളുടെ ഇൻവോൾവ്മെൻ്റ് ആവട്ടെ, ഇതിനെല്ലാം കാരണമായ ഈ സിവിൽ വാറിൽ സിറിയയ്ക്കും പ്രധാനപ്പെട്ട റോളുകളുണ്ട്. പലവിധ ഘട്ടങ്ങളിലൂടെയാണ് ഈ സിറിയൻ വാർ രൂപപ്പെടുന്നത്. അത് പ്രധാനമായും 5 പ്രധാന പീരീഡുകൾ ഉണ്ടെന്നായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് 1975 മുതൽ 76 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പീരീഡ്. അതിനുശേഷം പിന്നീട് 76 മുതൽ 82 വരെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു ഘട്ടം. പിന്നീട് 82 മുതൽ 84 വരെയുള്ള ഘട്ടം. പിന്നീട് 1989ലെയും 89-90 വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടം. അങ്ങനെ 5 പ്രധാന ഘട്ടങ്ങളിൽ സിവിൽ വാറുകൾ ലെബനൻ ഭാഗത്ത് അതിനിർണായകമായ രക്തരൂക്ഷിതമായ സംഭവവികാസങ്ങൾ ഉണ്ടാക്കിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയൊക്കെയും പണ്ഡിതന്മാർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, എന്തുകൊണ്ടാണ് ഈ സിവിൽ വാർ ഉണ്ടാവുന്നത്? അത് പ്രധാനമായും 2 വിഭാഗങ്ങൾ സിവിൽ വാറിലുണ്ടായി. ഒന്ന്, ഫലസ്തീനിയൻ റെസിഡൻസിനെ സഹായിക്കുന്ന ഒരു വിഭാഗം ലെബനാനിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടുന്ന ഫലസ്തീനിയൻ പോരാട്ടത്തിനെ സഹായിക്കുന്ന ഒരു വിഭാഗവും അതിനെതിരെ നിൽക്കുന്ന വിഭാഗവുമാണ് ഈ പ്രധാനമായും ഇതിൻ്റെ വിഭാഗങ്ങൾ. അതിൻ്റെ കൂടെ ഇസ്രായേലും സിറിയയും പ്രധാന ഭാഗവാക്കാവുന്ന സംഭവവികാസങ്ങളാണ് ലെബനീസ് സിവിൽ വാർ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞതുപോലെ തന്നെ മരണേറ്റ് ക്രിസ്ത്യൻസ് ആവട്ടെ, ദുറൂസുകളാവട്ടെ, പല ഘട്ടങ്ങളിൽ ഈ സിവിൽ വാറിൽ പങ്കെടുക്കുകയും ലെബനാനിൽ സ്ഥാനമുറപ്പിച്ച PLO അടക്കമുള്ള വിഭാഗങ്ങളെ തുരത്തി ഓടിക്കുവാൻ അവർ ശ്രമിക്കുകയും ചെയ്ത ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ അവസാനം യാസർ അറഫാത്തിനും കൂടെയുള്ള ആൾക്കാർക്കും സിറിയയിൽ നിന്ന് മാറുകയും തുനീഷ്യയിൽ അഭയം തേടുകയും ചെയ്യുന്ന ഒരു ചരിത്രം പോലും ഈ ഒരു സംഭവവികാസങ്ങളുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പിന്നീട് സിറിയ പോലും ഈ ഒരു വിഷയത്തെ കണ്ടത് ലെബനാനീസ് പൊളിറ്റിക്സിലും മറ്റുള്ള ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്ക് ലെബനാനിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന നിലയിലാണ് സിറിയ ആദ്യകാലങ്ങളിൽ ലെബനാനിനെ കണ്ടത് പോലും. അതുകൊണ്ട് തന്നെ ലെബനാനിൽ, അതായത് ഫലസ്തീൻ അനുകൂല പോരാട്ടം നടത്തുന്നവരെ പുറത്താക്കുക എന്നത് ആദ്യകാലങ്ങളിൽ സിറിയയ്ക്ക് പോലും ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 1976 നിന്നുണ്ടായ പോരാട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന മരണേറ്റ് ക്രിസ്ത്യൻ മിലീഷ്യയ്ക്ക് PLOയും അതുപോലെ തന്നെ ലെഫ്റ്റ് ലേണിംഗ് ഗ്രൂപ്പുകൾക്കുമെതിരെ പിന്തുണ നൽകിയ ഒരു ചരിത്രം പോലും സിറിയയ്ക്ക് ആദ്യകാലങ്ങളിലുണ്ട്. പിന്നീട് സിറിയ മാറുകയും അതേ സിറിയ തന്നെ ഇസ്രായേൽ വിരുദ്ധമായ കക്ഷിയിൽ ചേരുകയും ഹിസ്ബുള്ളയുടെ പ്രധാന സഖ്യകക്ഷിയായി മാറുകയും ചെയ്യുന്ന ഒരു ചരിത്രം സമകാലിക ചരിത്രത്തിൽ പിന്നീടുണ്ട്. ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വായിക്കണം. അതായത് പലതരത്തിലുള്ള ലെബനീസ് വിഷയത്തിൽ ഇടപെടുന്ന സിറിയ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ ഇൻഫ്ലുവൻസ് അത് നിർണായകമാണ്. പിന്നീട് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാൻ വേണ്ടി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ തായിഫ് അക്കോർഡ് എന്ന് വിളിക്കപ്പെടുന്ന സന്ധി ഉണ്ടാകുന്നു. 1989 ഈ സിവിൽ വാറുകൾ നിർത്തുവാൻ അവർക്ക് കഴിയുന്ന ഒരു ചരിത്രം പോലും നമുക്ക് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുണ്ട്. അതായത് ഫലസ്തീൻ്റെ പേരിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തുണ്ടാകുന്ന സംഭവവികാസങ്ങളെ തടുക്കുവാൻ ഒരു ഘട്ടങ്ങളിൽ സൗദി അറേബ്യ മുന്നിട്ട് വരികയും ഈ സംഘർഷങ്ങൾ കുറയ്ക്കുവാൻ സൗദി അറേബ്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പിൽക്കാല ചരിത്രം, സമകാലിക ചരിത്രം പലപ്പോഴും അതിന് നേരെ ഓപ്പോസിറ്റായ ഒരു ഉദാഹരണം ഉണ്ടാക്കുന്നു എന്നതും കൂടി
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയുടെ ഇടപാടുകൾ അത് തായിഫ് അക്കോർഡിലൂടെയാണ് സംഭവിക്കുന്നത്. നിലവിൽ സൗദി അറേബ്യ ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷൻ പ്രോസസ്സിലും പല ഭാഗങ്ങളും ഇടപെടുന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ പോലും ഒരു കാലഘട്ടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാൻ സൗദി അറേബ്യ മുന്നിട്ട് വന്നതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് തായിഫ് അക്കോർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഉദാഹരണം. എന്നാൽ പോലും പിന്നീട് നിലവിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ലബനാൻ നേരിടുന്നുണ്ട്. 2005 അവരുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന റഫീഖ് ഹരീരിയുടെ കൊലപാതകം, 2006 ഹിസ്ബുള്ളയും ഇസ്രായേലും ഉണ്ടായ യുദ്ധം, അതിപ്പോഴും തുടരുന്ന ഒരു ടെൻഷൻ, അതിനുശേഷം വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ അവസാനം ഇവിടെ ലബനാനിൽ നടന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഇസ്രായേൽ വിഷയത്തിൽ ഹിസ്ബുള്ള ഇടപെടുകയും അതിൻ്റെ പേരിൽ ലബനാനിൽ തന്നെ ഒരുപാട് അറ്റാക്കുകൾ സംഭവിക്കുകയും ചെയ്താൽ പോലും പലരും അഭിപ്രായപ്പെട്ടിരുന്നത് ഹിസ്ബുള്ളയുടെ റോൾ ഇല്ലാതായി വരുന്നു, പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുന്നു എന്ന രീതിയിലായിരുന്നു. എന്നാൽ അവസാനം ഈ മെയ് 18 നടന്ന ഇലക്ഷനിൽ പോലും നല്ലൊരു ശതമാനം മുനിസിപ്പൽ ഇലക്ഷനിൽ അവർ പ്രധാന ഭാഗങ്ങൾ വിജയിക്കുകയും ഇപ്പോഴും ഹിസ്ബുള്ള എന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും അവർക്ക് നൽകുവാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, താരതമ്യേന 37% മാത്രമേ ഇലക്ഷൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് നല്ലൊരു ശതമാനം വോട്ട് കളക്ട് ചെയ്യുവാനും അവിടെ ലബനാനിലെ രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ മേഖലകളിൽ തന്നെ ഹിസ്ബുള്ളയ്ക്ക് പ്രധാന റോളുണ്ടെന്നും ആ റോള് ഇസ്രായേൽ വിരുദ്ധമായ മുന്നണിയിൽ പ്രധാന ഭാഗവാക്കാക്കി മാറ്റുവാനും കഴിയുമെന്നും ഹിസ്ബുള്ളയ്ക്ക് ലബനാനിലും പുറം ഭാഗങ്ങളിലുള്ള വിവിധ ശക്തികൾക്ക് മുമ്പിലും തെളിയിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് ലബനാൻ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതായത് ഇസ്രായേലിൻ്റെ നിരന്തരമുള്ള അറ്റാക്കുകൾ, ലബനാനിൽ ഉള്ളിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞുള്ള അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പരിമിതികൾ, ക്രിസ്തീയ, ഷീ, മുസ്ലിം അവരുടെ ഒരു സഖ്യത്തിലൂടെ മാത്രമേ ഒരു യാഥാർത്ഥ്യത്തിലൂടെ മാത്രമേ അവിടുത്തെ രാഷ്ട്രീയ സിസ്റ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിലുണ്ടാവുന്ന ഒരുപാട് കുഴപ്പങ്ങളും ഇവർ നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും സിറിയയിൽ, അതുപോലെ തന്നെ ലബനാനിലും, പ്രത്യേകിച്ച് ലബനാനിൽ അവിടെ ഇസ്രായേൽ വിരുദ്ധ ശക്തികൾക്ക് ഇപ്പോഴും പ്രധാന റോളുണ്ട് എന്ന് നമുക്ക് ലബനാനിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.